ഹലോ, അപ്പോൾ നമ്മളിന്നത് പുഴമീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുഴമീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ പുറത്തുള്ള സ്കെയിൽസൊക്കെ ഇല്ലേ, ആ സ്കെയിൽസ് എല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് കളയണം. നമുക്ക് പുഴമീൻ നോർമൽ ഫിഷിനേക്കാളും ഭയങ്കര ടഫാണ് അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ സ്കെയിൽസൊക്കെ ഒത്തിരി സ്കെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിഷ് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നല്ലോണം സമയം എടുത്തിട്ട് ചെയ്യുക. അത്രയ്ക്ക് സമയം ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ പുഴമീനിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നോർമൽ ഫിഷ്, ഇപ്പോൾ ചൂര, അങ്ങനത്തെ മത്തി, അങ്ങനത്തെ ഫിഷിലൊക്കെ സ്കെയിൽസ് ഉണ്ടെങ്കിൽ, മത്തിയിലൊക്കെ സ്കെയിൽസ് ഉണ്ടെങ്കിൽ പോലും അത് ഇത്രയും ഹാർഷായിട്ടുള്ള സ്കെയിൽസ് അല്ല. ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കെയിൽസാണ്. പക്ഷേ നമ്മൾ കരിമീനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്കെയിൽസ് ഉണ്ടാവും. സ്കെയിൽസ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഫിഷ് ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഫിഷാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഫിഷിൻ്റെ സ്കെയിൽസ് ഫുൾ കളഞ്ഞിട്ട് അതിൻ്റെ ചിറകിൻ്റെ പോർഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കട്ട് ചെയ്ത് കളയാണ്. സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഫുൾ ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ള സംഭവങ്ങളില്ലേ, അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. സമയത്ത് ക്യാമറ ഓഫായിരുന്നു കേട്ടോ, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തുള്ള കുടൽ പോലത്തെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റ്, ആ വേസ്റ്റ് എല്ലാം തന്നെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടാണ് ഫിഷ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണേ. അപ്പോൾ നമുക്കിതുപോലെ ബാക്കി എല്ലാ ഫിഷും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾക്ക് നോർമൽ ഫിഷ് കട്ട് ചെയ്യുന്ന പോലെ അല്ല പുഴമീൻ. കുറച്ച് സമയം എടുത്തിട്ട് സാവകാശം ചെയ്യേണ്ട പണിയാണ്. ഇപ്പോൾ കട്ട് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 1 ഹവറോളം എടുത്തിട്ടുണ്ട്. സ്കെയിൽസ് കളയാനാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ഉപ്പിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിലാണ് അതിൻ്റെ ഉലുമ്പൊക്കെ പോവുള്ളൂ. അപ്പോൾ ഉപ്പിട്ട് ഞാൻ ഫിഷ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലത്തെ കുരുമുളക്, ഇതിലെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്തേക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ മുളകിൻ്റെ പൊടി ഒരു 4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളകിൻ്റെ പൊടി നമുക്ക് കുറച്ച് മതി, കാരണം നമ്മൾ കുരുമുളക് ചേർക്കുന്നതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിന് സോൾട്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 അവർ വെക്കണം. അപ്പോൾ ഇത് ഒരു 1/2 അവർ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് ഫിഷ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഫ്രൈയിങ് പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഞാനിപ്പോൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യാം, കുറച്ചുകൂടെ ഒരു മണം ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ സൺഫ്ലവർ എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായ ശേഷം ജസ്റ്റ് വെറുതെ ഒരു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഫിഷിൻ്റെ ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കയ്യിലൊക്കെ നമുക്കിപ്പോൾ കുരുമുളകിൻ്റെ പീസസൊക്കെ ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും കൂടെ നന്നായിട്ട് അരച്ചിട്ട് ഓൾസോ നിങ്ങൾക്ക് ചേർത്ത് ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ചതച്ചെടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചതയ്ക്കുമ്പോഴത്തേനും നമുക്കത് കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് ചതച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 1 സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിഷ് ഭയങ്കര സോഫ്റ്റാണ്. സോ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ഇതിൻ്റെ മറിച്ചിടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഫിഷാണ് പുഴമീനൊക്കെ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ വാഴയില വെച്ചിട്ട് അതിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. വാഴയില ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഫിഷിലേക്ക് കിട്ടും. ഇതൊന്ന് പൊതിഞ്ഞ് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ ഫിഷ് ഒന്ന് തുറക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. വാഴയിലയുടെ ഒരു നാടൻ ഫ്ലേവർ കിട്ടും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഫിഷ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ഫിഷ് കൂടെ, ബാലൻസ് ആയിട്ടുള്ള ഫിഷ് കൂടെ നമുക്കിതുപോലെ നന്നായിട്ട് മൊരിച്ചിട്ടെടുക്കാം.
ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഫ്രൈ ആട്ടോ. ഒത്തിരി പണിയൊന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ഫിഷ് ഫ്രൈ ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ. അപ്പോൾ ഇതിൻ്റെ ഫിഷ് കറി കൂടെ ഞാൻ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ കുളം വറ്റിച്ചപ്പോൾ കിട്ടിയ പുഴമീനാണ്, അപ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ അതും കൂടെ ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പീസസ് കൂടെ നമുക്കൊന്ന് മാറ്റാം. ഫിഷ് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രൈയിങ് പ്രോസസ്സ് ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിംഗ് ആണ്. ഗാർണിഷിംഗ് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് കറി ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ് ഒക്കെ ഒന്ന് ഇടുന്നുണ്ട്. കറി ലീവ്സ് ഓൾറെഡി ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു, എണ്ണയിൽ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ കുറച്ച് ടൊമാറ്റോ, സവാള കട്ട് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ച കേട്ടോ, മറന്നുപോയി. സവാളയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇല ഒന്ന് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടാണ് എടുത്ത് കഴിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ, കുക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ ഓൾസോ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.